മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി ലൈനുമായി നമ്മൾ നോക്കുമ്പോൾ CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആകുന്ന മൂന്നാമത്തെ SFI മുൻ അഖിലേന്ത്യാ പ്രസിഡന്റാണ് MA ബേബി. പ്രകാശ് കാരാട്ടിൽ നിന്ന് SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത് MA ബേബിയാണ്. MA ബേബിയിൽ നിന്നാണ് സീതാറാം യെച്ചൂരി SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകുന്നത്. പക്ഷേ അവർ രണ്ടുപേരും PBയുടെ തലപ്പത്തേക്ക് എത്തി, അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കൊക്കെ എത്തി. എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് MA ബേബിയെ തേടി ഈ സ്ഥാനലബ്ധി എത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഇത്രയും കാലം കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യനെ എത്രത്തോളം പാർട്ടി ഉപയോഗിച്ചു എന്ന കാര്യം കൂടി നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഇവിടെ ഈ PBയിലെ പുതിയ ആളുകളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതിൻ്റെ ഒരു തുടർച്ചയായി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇതിൽ ഇപ്പോഴത്തെ പൊളിറ്റ് ബ്യൂറോ നമ്മൾ എടുത്തു നോക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ മുഹമ്മദ് സലീം, ഇവർ രണ്ടുപേരുമല്ലാതെ ഈ പ്രായോഗിക രാഷ്ട്രീയം, ഇന്ത്യ മുന്നണി അടക്കമുള്ള ഈ മുന്നണികൾ, അതുപോലെ പലതരത്തിൽ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ആശയരൂപീകരണങ്ങൾ, അതിൻ്റെയൊക്കെ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള എത്ര പേർ ഇപ്പോഴത്തെ PBയിലുണ്ട്? കാരണം ഈ ഒഴിഞ്ഞു പോകുന്ന ആളുകൾ ആരും ചെറിയ ആളുകളല്ല, ബിഗ് ഷോട്ട്സ് ആണ്. ഈ ഒഴിവ് നികത്തുക എന്ന് പറയുമ്പോൾ സീതാറാം യെച്ചൂരി അദ്ദേഹത്തിൻ്റെ മരണത്തോടെ ഉണ്ടായ ഒഴിവ് പ്ലസ് 6 ഒഴിവുകളാണ് ഉണ്ടായത്. അതിലേക്കാണ് പുതിയ ആളുകൾ 7 പേർ വരുന്നത്. അപ്പോൾ ഈ പയറ്റിത്തെളിഞ്ഞ ആ ഒരു രാഷ്ട്രീയ ഭൂമിക എന്ന് പറയുന്നത് അവർക്ക് ഇനിയിപ്പോൾ അതിലേക്ക് എത്തുകയാണ് വേണ്ടത്. കാരണം പുറമേ നിന്ന് ചെയ്യുന്നതുപോലെയും പൊളിറ്റ് ബ്യൂറോയിൽ നേരത്തെ മുതൽ തുടർന്നിരുന്നവർ കണ്ടിന്യൂവേഷനായി കൊണ്ടുപോകുന്നത് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ പരിചയസമ്പന്നതയിലേക്ക് അവർക്ക് എത്തിച്ചേരണം. അതൊരു പ്രതിസന്ധിയായി തന്നെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെയുണ്ട്.